ജന്തർ മന്ദർ സമരത്തിൽ വിദ്യാർത്ഥികൾക്കെതിരായ എല്ലാ കേസുകളും പിൻവലിക്കാനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. പോലീസ് ആക്രമണത്തിനെതിരെ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കാരുടെ ആവശ്യം പരിശോധിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ്. ഫെമിന ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായി ചേരുകയാണ്. ഫെമിന, ഈ കരാർ പ്രകാരം, ഈ സമരം പിൻവലിക്കുന്ന ഘട്ടത്തിലുള്ള കരാർ പ്രകാരം എല്ലാ കേസുകളും പിൻവലിക്കുമെന്നായിരുന്നു കേന്ദ്ര സർക്കാർ പറഞ്ഞത്. അതിന് വിരുദ്ധമായ വാദം കേന്ദ്ര സർക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ അവതരിപ്പിക്കുന്നു. ഒന്ന്. രണ്ട്, ഈ അമിതാധികാരം പ്രയോഗിച്ച പോലീസുകാർക്കെതിരെ കർശനമായ നടപടിയെടുക്കണം, അവരെ വെറുതെ വിടരുതെന്നും കോടതി പരാമർശിക്കുന്നുണ്ട് ഹർജി പരിഗണിക്കുക. എന്താണിന്ന് കോടതിയിൽ നടന്നത്? സമഗ്രതയിലേക്ക് പോയാൽ ഫെമിന. CGPയുടെ പാർലമെന്റ് മാർച്ചിന് നേരെ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായ പോലീസ് അതിക്രമത്തിനെതിരായിട്ടുള്ള ഹർജികളാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിച്ചത്. പ്രധാനമായും ദില്ലി പോലീസ് RF മേധാവിമാരിൽ നിന്ന് വിശദീകരണം തരണമെന്നായിരുന്നു ഹർജിക്കാരൻ ആവശ്യപ്പെട്ടത്. യൂണിഫോം അണിയാത്ത വ്യക്തികളെ പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ നിയോഗിച്ചതിനെതിരെയും അതുപോലെ തന്നെ പെല്ലറ്റ് ഗൺ തുടങ്ങിയിട്ടുള്ള മാരകായുധങ്ങൾ വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെ ഉപയോഗിച്ചതിലും മറുപടി നൽകേണ്ടതുണ്ട് എന്നാണ് ഹർജിക്കാർ ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ തന്നെ നേതൃത്വത്തിൽ ഒരു സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ഈ കാര്യം പരിഗണിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. അതേസമയം തന്നെ കേസുകൾ പിൻവലിക്കുന്നതിൽ നേരത്തെ ഈ CJP പ്രതിഷേധം, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിനെ തുടർന്ന് CJP പ്രതിഷേധം അവസാനിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ വാക്കാൽ ഉറപ്പു നൽകിയിരുന്നു വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പങ്കെടുത്ത ആർക്കെതിരെയും കേസുകൾ ഉണ്ടാകില്ല, അതത് സംസ്ഥാനങ്ങളിൽ ആ കേസുകൾ പിൻവലിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാ കേസുകളും പിൻവലിക്കാനാകില്ല എന്നാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു മറുപടി എന്ന് പറയുന്നത്. ഇക്കാര്യത്തിൽ നിയമപരമായിട്ടുള്ള ചില നടപടികളുണ്ട് എന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയത്. കേസുകൾ പിൻവലിക്കുന്നതിൽ സംസ്ഥാനങ്ങൾക്ക് അന്തിമ തീരുമാനമെടുക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. അതേസമയം തന്നെ പ്രതിഷേധത്തിന് നേരെ ഈ അമിത അധികാരം ഉപയോഗിച്ച് പോലീസുകാരെ സംരക്ഷിക്കരുത് എന്ന കോടതി വ്യക്തമാക്കി. പ്രതിഷേധത്തിന്റെ മറവിൽ ഒരു കൊടും കുറ്റവാളിക്കും സംരക്ഷണം നൽകരുത് എന്നൊരു നിരീക്ഷണവും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്തായാലും ഈ കേസ് ഈ മാസം 18 വീണ്ടും കോടതി പരിഗണിക്കും.